അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അമ്മാ ബഅദ്. ഫറഹുർ റബീഅ് 3. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിന പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പെത്രോ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ പെണ്ണിങ്ങ. അങ്ങനത്തെ ഒരു ഭാഗ്യം ഈ ലോകത്ത് ആർക്കും കിട്ടാത്തോ ആമിന ബീബി റളിയല്ലാഹു അൻഹ. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച 2 സുബഹിയുടെ ടൈമാവുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തേക്ക് സമർപ്പിക്കട്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്രക്കിൽ റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ ചൊല്ല് ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പെത്തത് ലിത്നൈ അശറ ലൈലത്തൻ മളത് മിൻ ഷഹരി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12 ജാവായിട്ടിക്കിട് അഥവാ സുബൈയുടെ മുതലത്തെ ആ ടൈമിലായിട്ടിക്കിട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആമിന ബീബി റളിയല്ലാഹു അൻഹ പെത്രോ ചെന്നിട്ട് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്രക്കിൽ റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ കണ്ടു. അതുപോലെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാൻ ചെല്ല കിതാബിലും ചെല്ല ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിത്നതൈ അശറത ലൈലത്തൻ മളത് മിൻ ഷഹരി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ തിങ്കളുടെ 12 ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവം നടന്നിട്ടുണ്ട്. അങ്ങനെ ബഹുഭൂരിഭാഗം ഇമാമിങ്ങും ചൊല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന അത് റബീഉൽ അവ്വൽ 12 ചെന്നിട്ട് ഇമാമിങ്ങ വിശദീകരിക്കിടാറ്. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഇമാമിങ്ങളും ചൊല്ലുക ആ അഭിപ്രായം അനുസരിച്ചിട്ട് ലോകത്തുള്ള മുഅ്മിനീങ്ങ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ ആ സന്തോഷ ആചരണ ആക്കിടാറ്. ജന്മദിനത്തെ സന്തോഷ ആചരണ ആക്കിട ഉദ്ദേശം എന്താ ചെന്നിട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ നാ ചെന്നിന്നല്ലേ. പിന്നെ ഇവിടെ ചില ആളുകളുടെ അഭിപ്രായമുണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പെത്രോ റബീഉൽ അവ്വൽ അല്ല ചെന്നിട്ട് ആ ഒരു അഭിപ്രായ വ്യത്യാസം ചില ഇമാമിങ്ങൾ അങ്ങനെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ എടുത്തിട്ട് ലോകത്തെ മുഅ്മിനീങ്ങളോ അവർ സന്തോഷത്തോ ഇല്ലാണ്ടാക്കുവാനായിട്ട് ചില ആൾ ശ്രമിച്ചുകൊണ്ടുള്ള. ಆದರೆ ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ആരും വില കൊടുക്കില്ല. കാരണം അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയം ഏതുണ്ടു. ഇപ്പോൾ കഴിഞ്ഞ തിങ്കൾ മുഹറം 10 ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും നോമ്പ് പിടിച്ചാർ. റബീഉൽ അവ്വൽ 12 സന്തോഷിക്കാത്ത ആൾമാരും മുഹറം 10 നോമ്പ് നോക്കിയിടാറ്. അപ്പോൾ മുഹറം 10 അതെങ്ങനെ ആ പിന്നെ 4 അങ്ങനെ നോമ്പ് നോക്കിയാൽ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലേ. അഭിപ്രായം ചെന്ന ആൾ ചെറിയാളല്ല. റഈസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള കുറേ ഇമാമിങ്ങൾ ചൊല്ലോ ഈ ആഷുറ ചൊല്ലോ ആ 4 അത് മുഹറം ഒലിമ്പടുണ്ട് 10 അല്ല. അത് ആഷുറ ചൊല്ല പേര് പറവ് കാരണവും അങ്ങ് ചൊല്ലാറ് അഭിപ്രായം. ആഷുറ ചൊല്ല പേര് പറവ് കാരണം എന്താണ് ചെന്നിട്ട് ಅದಕ್ಕೆ ನ್ಯಾಯ ചെന്നിട്ടായിട്ടിക്കിട് അങ്ങ് ചൊല്ലോ മുഹറം ഒലിമ്പകായിട്ടിക്കിട് ആ നോമ്പുള്ളോ 10 കല്ല. പക്ഷെ ബഹുഭൂരിഭാഗം ഇമാമിങ്ങൻ ചൊല്ലോ മുഹറം ഒലിമ്പകല്ല 10 കായിട്ടിക്കിട് ആ നോമ്പു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അഭിപ്രായ വ്യത്യാസ എല്ലാ വിഷയത്തിലും ഇക്കറ്, ഏകദേശം വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഇക്കറ്. പക്ഷേ ലോകത്തെ മുഅ്മിനീങ്ങളോ അങ്ങനെ ശൈലി അങ്ങനെ ചെന്നെങ്കിൽ ബഹുഭൂരിഭാഗ ഇമാമിങ്ങ ഏതുള്ളാർ ആ അഭിപ്രായത്തെ എടുത്തിട്ട് അണ്ടത്തെ നാലെന്താക്കിടറങ്ങ ആക്കണായ പണി ആക്കിടാറ്. ബഹുഭൂരിഭാഗം ഇമാമിങ്ങൻ ചൊല്ലിട്ട് മുഹറം 10 ആയിട്ടിക്കിട് ആഷൂറ ചൊല്ലിട്ട് ആ നോമ്പുള്ളൂ. അതുകൊണ്ട് അണ്ടത്തെ നാല് ബഹുഭൂരിഭാഗ ഇമാമിങ്ങൾ അഭിപ്രായം എടുത്തിട്ട് ആ അഭിപ്രായത്തിൽ എന്താക്കിടാറ് മുഹറം 10 നോമ്പ് നോക്കിടാറ്. അതുപോലെ ബഹുഭൂരിഭാഗ ഇമാമിങ്ങൻ ചൊല്ലോ റബിയുൽ അവ്വൽ 12 ആയിട്ടിക്കിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ജനന അത് ശക്തമായിട്ടേ വാദിക്കിടാറ് മഹാന്മാരായ ഇമാമിങ്ങ. ഒരു സിമ്പിളായിട്ട് ചൊല്ലുന്ന വിഷയം എന്തോ അല്ലത്. മഹാന്മാരായ ഇമാമിങ്ങ ശക്തമായിട്ട് അതിനെ വാദിക്കിടാറ്. ആ വാദം അനുസരിച്ചിട്ട് ബഹുഭൂരിഭാഗം ഇമാമിങ്ങോ അതിനെ പിറവലായിട്ട് കിടിക്കണം. ദലായിലുൻ നുബുവ ഇമാം ബയ്യഖ് റളിയല്ലാഹു അൻഹു അതിൽ കണ്ട് ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇത്നൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച 2 പ്രസവിച്ചു. ആമൽ ഫീൽ ലിത്നതൈ അശറത ലൈലത്തൻ മളത് മിൻ ശഹ്രി റബീഉൽ അവ്വൽ റബീഉൽ അവ്വലിന്റെ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ಅದಕ್ಕೆ ಹೇಳಿದ್ರು ಶರಹ ಮುಸ್ಲಿಮುಲು ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊല്ല് സുബ്ഹാനല്ലാഹ് ഖാലൽ ഇമാം നവവി വത്തഫഖു അന്നഹു ഉലിദ യൗമൽ ഇത്നൈൻ ഫീ ശഹ്രി റബീഉൽ അവ്വൽ വതൂഫിയ യൗമൽ ഇത്നൈൻ മിൻ ശഹർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ തിങ്കളാഴ്ച 2 പെത്രോ ചൊല്ലതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 8 റബീഉൽ അവ്വൽ 10 ചൊല്ലതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആയെങ്കിൽ ബഹുഭൂരിഭാഗ ഇമാമിങ്ങും ചൊല്ലോ അങ്ങനെ ആയിട്ട് റബീഉൽ അവ്വൽ 12 ആയിട്ടിക്കിട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന. അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ മുസ്ലിമിൽ ചൊല്ലു. ആ അഭിപ്രായ വ്യത്യാസത്തെ എടുത്ത് ഉദ്ധരിക്കൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആയെങ്കിൽ ഭൂരിഭാഗം ഇമാമിങ്ങും ചൊല്ലോ റബീഉൽ അവ്വൽ 12 ആയിട്ടിക്കിട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടു. സീറത്ത് ഇബ്നു ഹിബ്ബാൻ അതുപോലെ ഇബ്നു കസീർ قيل لثنتي عشرة خلت منه نص عليه ابن حساق ورواه ابن أبي شيبة في مصنفه عن عفان عن سعيد بن عن جابر ابن عباس أنهما قال ولد رسول الله صلى الله عليه وسلم عام الفيل يوم الاثنين 12 من شهر ربيع الأول. ابن كثير يلدرغ وهذا هو المشهور عند الجمهور. ഇബ്നു കസീർ ചൊല്ലോ സീറത്ത് ഇബ്നു കസീറിൽ വഹാദ ഹുവൽ മഷ്ഹൂർ ഇൻദൽ ജുംഹൂർ ബഹുഭൂരിഭാഗ ഇമാമിങ്ങളുടെ മുട്ടും ഇത് പ്രസിദ്ധമായ അഭിപ്രായമായിട്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ചാൽ നല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റുള്ളോ മുഹറം ഒലിമ്പകു ആഷൂറ നോമ്പുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ചെന്നിട്ട് അതിലോ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടില്ല. അതായത് ചില ആൾക്ക് ഇത് ഒരു അലർജി ആയത് കൊണ്ടിട്ടു ഇതാക്കുമ്പോൾ എന്തോ ഒരു അലർജി തുടങ്ങുന്നത് കൊണ്ടിട്ടു പല ന്യായങ്ങൾ ചെന്നിട്ട് അതിനെ ഇല്ലാണ്ടാക്കുവാനായിട്ട് ശ്രമിക്കിടാറ്. ചില ആൾ വഫാത്തായിട്ട് അതേ നാളല്ലേ, അപ്പോൾ ദുഃഖമല്ലേ ആ പഠനയത് ലോകയുടെ ഈ ദുഃഖപ്പെട്ട നാളല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ നാൾ ചെന്നിട്ട് അങ്ങനെ ഒരു ന്യായം ചെന്നിട്ട് ഈ സന്തോഷത്തെ ഇല്ലാണ്ടാക്കുവാനായിട്ട് നോക്കിടാറ്. അങ്ങനെ ദുഃഖാചരണം ആക്കിടാറ്. അതും ഇല്ല. ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് ദുഃഖാചരണം ചെല്ലതിക്കില്ല. അതേ സമയത്ത് സന്തോഷപ്പെടണോ അള്ളാഹുടെ ഒരു നിഅമത്ത്, അത് ഇന്നലെ ക്ലാസ്സിൽ ചെന്നല്ലേ, ആ ഒരു സന്തോഷ ലോകത്തെല്ലാവരും പടയിടാറ്, ആചരണാക്കിടാറ്. സന്തോഷത്തിക്ക് ഒരു ശുക്ർ അത് പല രൂപത്തിലും ഉണ്ട്. അങ്ങനെ മദ്ഹ് ചെന്നിട്ടും അങ്ങനെ പേരിൽ സദഖ കൊടുത്തിട്ടും അതുപോലെ അങ്ങനെ പേരിൽ ഖുർആൻ ഓതിയിട്ടും പല രൂപത്തിലും അണ്ടത്തെ നാൾ നോമ്പ് നോക്കിയിട്ടും ശുക്രാക്ക, അതും ഒരു ശുക്രെ. അങ്ങനെ പല രൂപത്തിലും എന്താക്കണം ശുക്ർ ചെയ്യണം.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജന്മദിനത്തെ സന്തോഷിക്കാണ്ട് ദയിക്കൂ എങ്ങനെ സാധ്യ? ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ ചൊല്ലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ നബി തങ്ങളെ ಬಗ್ಗೆ ചൊല്ലു നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കട ഹദീസിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കട്, അന സയ്യിദു വലദി ആദം, ഞാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കൾ അഭയ കേന്ദ്രാണ്. സയ്യദ് ചെല്ലതിന് അർത്ഥ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നു. ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിൻ നവായിബി വശദാഇദ് കുല്ലിഹാ. സയ്യിദ് ചെന്നെങ്കിൽ അത് മഹാനായ ഖാളി ഇയാദ് അടക്കമുള്ള ആൾമാർ ചെല്ലോ. അത് അഭയകേന്ദ്ര. അന സയ്യിദ് വലദി ആദം യൗമൽ ഖിയാമ. അപ്പോൾ ഖിയാമത്ത് നാളിലുണ്ട് എന്ത് ചെന്ന ദുനിയാവിലല്ലേ ഉണ്ട്. അതുക്കും മറുപടി ഇമാമിങ്ങ ചെല്ലാറ് ഉത്തരം. അത് മാലിക് യൗമിദ്ദീൻ ചെന്ന പോലെ. മാലിക് യൗമിദ്ദീൻ ചെന്നിങ്ങെന്തോ ഖിയാമത്ത് നാളുടെ ഉടമസ്ഥാണ്. ഖിയാമത്ത് നാളുടെ മാത്രമോ ദുനിയാവുടെ ഉടമസ്ഥ അല്ലാഹുവേ അല്ലേ. അപ്പോൾ അതേപോലെ ഖിയാമത്ത് നാളിലവിടെ ആരും ഇല്ല. ഒരാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഫാഅത്ത് ചെയ്യാണ്ട് ഒരാൾക്കും ചെയ്യുക അധികാരമില്ല. എല്ലാ നബിമാരും മുട്ട ഓടുறாரு മനുഷ്യന്മാർ. യൗമ യദ്ഉ ആദമു വ അംബിയ നഫ്സി 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 നഫ്സിയ. യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ ഉമ്മത്തി. എല്ലാ നബിമാരും അങ്ങനെ നഫ്സ്. ആദം നബി അലൈഹി സ്വലാമിട്ട പോയിട്ടാകുമ്പോൾ അങ്ങ് ചെല്ലാറ് ഇല്ല, ഞങ്ങൾക്ക് ചാൻസ് ഇല്ല, സമ്മതമില്ല. അള്ളാഹു മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാഹുടെ സമ്മതം ഇല്ലാണ്ട് അള്ളാഹുടെ മുട്ട ഷഫാത്ത് ചെയ്യണവണ് ആറ്? നബിക്കും സാധ്യമില്ല, വലിയക്കും സാധ്യമില്ല. അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം പിറവ് കടത്തല്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ മുട്ട പോണ്ടാറ് പിറവ് കടത്തല്, മൂസാ നബിയുടെ മുട്ട പോണ്ടാറ് പിറവ് കടത്തല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് അനലഹാ, എന്നൊക്കെ അതൊക്കെ സമ്മതമുണ്ട്. ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ അർശിന്റെ അടിയിൽ പോയിട്ട് അള്ളാഹു സുജൂദിട്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ല സൽ ഇർഫ റഅസക സൽ തുഅത വഷ്ഫ തുഷഫ. നബിയെ തല ഉയർത്തുറു, നിങ്ങൾക്ക് വേണ്ടത് കേൾക്കുറു, നിങ്ങളെ ഷഫാത്തൂടെ സ്വീകരിക്കരുത്. ചെന്നിട്ട് അന സയ്യിദ് വലദി ആദം യൗമൽ ഖിയാമ. അപ്പോൾ ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ സയ്യിദ് നാനെ, അഭയകേന്ദ്ര. ദുനിയാവിലും നാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലതിന് അർത്ഥ ഇമാമിങ്ങ വിശദീകരിക്കട. വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ രണ്ടാമത്തെ ഊതുമ്പോൾ ഖബറിൻ്റെ ഫസ്റ്റിക്ക് പണ്ടവണ് നാനെ എണിച്ചിട്ട്. വഅവ്വലു ഷാഫിഇൻ വഅവ്വലു മുഷഫഅ. ഫസ്റ്റിക്ക് അള്ളാഹുടെ മുന്നിൽ ഷഫാഅത്തിക്ക് അധികാരം കിട്ടിയ നക്കെ. വഅവ്വലു മുഷഫഅ. ഫസ്റ്റിക്ക് അള്ളാഹു ഷഫാഅത്ത് സ്വീകരിക്കുന്നതും നല്ലതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നബി തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ ചൊല്ലോ. നബി തങ്ങ ആറുണ്ട് മനസ്സിലാക്കണമല്ലേ ഈ സമുദായ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കേവലം ഒരു മനുഷ്യനല്ല. സാധാരണ ഇങ്ങനെ ഒരു ഉമ്മയുടെ വേത്തിൽ വന്ന ഒരു മനുഷ്യൻ തങ്ങളെ പോലത്തെ ആളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആറ് എന്നിട്ട് നബി തങ്ങ വിശദീകരിക്കരുത്. വേറെ ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ ചൊല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അന അവ്വലു ഷഫീഉൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ പോയെങ്കിലും ഫസ്റ്റ് ഷഫാത്ത് ആക്കണമെന്ന് താനേ, പിന്നെ ആയിട്ട് ബാക്കിയുള്ള ആൾമാരല്ല ഷഫാത്ത്. ലം യുസദ്ദഖ നബിയ്യുൻ മിനൽ അംബിയാ മാ സുദ്ദിഖതു. നണ്ട് വിശ്വസിച്ചതുപോലെ, നണ്ട് അംഗീകരിച്ചതുപോലെ ഈ ലോകത്ത് ഒരു നബിയും ആരും അംഗീകരിച്ചിട്ടില്ല. വഇന്ന മിനൽ അംബിയായി നബിയൻ മാ യുസദ്ദിഖുഹു മിൻ ഉമ്മത്തിഹി ഇല്ലാ റജുലുൻ വാഹിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് ചില നബിമാരിൽ ഒരേ ഒരാൾ അംഗീകരിച്ച ആൾമാർ നബിമാരും ഉള്ളാർ, ഒറ്റ ഒരാൾ. അതേസമയത്ത് നണ്ട് അംഗീകരിച്ചത്ര ജനക്കൂട്ട, നണ്ട മുട്ട വന്നത്ര ജനപ്രവാഹ ആറ് മുട്ടം പോയിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്. അതേപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന വേറെ ഹദീസിൽ ചൊല്ല് അൻ അവ്വലുൻ നാസി യശ്ഫഉ ഫിൽ ജന്ന വ അക്സറുൽ അംബിയാഇ തബഅ. സ്വർഗത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഷഫാത്താക്കണമെന്നാണ്. അതേപോലെ
അന അക്തറുൽ അംബിയായി തബ ആഖിറത്തിൽ അന അക്തറുൽ അംബിയായി തബ നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാറ അനുയായികളുള്ളവണോ നാനായിട്ടിക്കിട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ಬಗ್ಗೆ ഒരുപാട് മദ്ഹ് ചൊല്ലും. നബി തങ്ങളെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും ഫുദ്ദിൽതു അലൽ അംബിയാ, ബാക്കി നബിമാരെ കാണ യാര നൻ്റെ ശ്രേഷ്ഠമാക്കപ്പെട്ടു, നക്ക് മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നറ. പ്രത്യേകിച്ചിട്ട് ബിസിത്തിൻ 6 മഹത്വങ്ങൾ പ്രത്യേകമായിട്ട് അള്ളാഹു നക്ക് തന്നറ, ഒരു നബിമാർക്കും കൊടുക്കാത്തത്. ഇതെന്തോ ഊതീതു ജവാമി അൽ കലിം, നൻ്റെ ആ സംസാര ശൈലി അത് അളന്ന് മുറിച്ചെടുത്ത പോലത്തെ പലക്ക വരികളുള്ളൊരു ശക്തി അള്ളാഹു നക്ക് തന്നറ. നൻ്റെ പലക്ക അത് മനുഷ്യന്മാർക്ക് പാട്ട് പോലെ ആയിട്ട് ചിലപ്പം കാണുന്നു. അങ്ങനത്തെ ഉള്ള പലക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നക്ക് അള്ളാഹു താല വാക്ചാതുര്യ തന്ന പോലെ ഒരു നബിക്കും അള്ളാഹു താല കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലക്കത്തെ ചന്തം നോക്കുന്നില്ല. ഉഹുദ് യുദ്ധത്തിൽ നബി തങ്ങളെ ബെറൽ പൊട്ടി ചോര വന്നപ്പോൾ ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലാഖീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പലക്കല്ല, അವು ഗൗരവമായ ടെൻഷൻ പിടിച്ച ടൈമിൽ പോലും നബി തങ്ങളെ നാവിൽ പണ്ടത് മണിമുത്തുങ്ങ. നബി തങ്ങൾ ആ ബായിൽ പണ്ട ആ പലക്കത്തെ ചന്ത അത് വർണ്ണിക്കുക സാധ്യമില്ല. ഒരു പലക്ക നോക്കൂ, ബെരലിൻ്റെ നോക്കി നബി തങ്ങൾ പലക്ക വരൂ അൽ അൻതി ഇല്ല ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലാഖീതി. പാട്ടിന് വിചാരിച്ചു പോകാറ് മനുഷ്യന്മാർ. അങ്ങനത്തെ ഒരു പലക്കത് ചന്തത്തെ പലക്ക. സുബ്ഹാനല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരലേ നീ എന്ത് ടെൻഷൻ ആക്കണ്ട, ചോര വന്തി എന്നിട്ട് അള്ളാഹുടെ മാർഗത്തിലായിട്ട് ഈ ചോര ഉത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു ടെൻഷനും ആക്കണ്ട എന്നിട്ട് ബെരലിലൊട്ടിക്ക് ചൊല്ലോ. ബെരലൊക്കെ മനസ്സിലാവുക വേനടിച്ചല്ലത് ലോകത്ത് ഉമ്മത്തുക്ക് ഒരു പാടായിട്ട് ചൊല്ലു. മുസീബത്തുക്ക് വരുമ്പോൾ ടെൻഷൻ ആക്കണ്ട ആട്ട് വാന ഔവലു. അതേപോലെ രണ്ടാമത്തത് 6 വിഷയങ്ങൾ ചൊല്ലൽ. രണ്ടാമത്തത് ചൊല്ലോ ഒനുസിർത്തു ബിർ റുഅബി, ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ ശത്രുക്കളെ മനസ്സിക്ക് ഒരു പേടി അള്ളാഹു താല ഇട്ട് കൊടുക്കട. ഞങ്ങളെ മുട്ടമേ വേണ്ടില്ല. മുട്ട വന്നെങ്കിലല്ലേ യുദ്ധം അവിടെ, ഗലാട്ട അവിടെ, ഗുൽമാലവിടെ, പ്രശ്നങ്ങളവിടെ, അതൊരു സഹായം അള്ളാഹോടോ. ശത്രുയുടെ മനസ്സിൽ ഒരു പേടിയിട്ട് കൊടുക്കറോ ശത്രുക്കളെ മനസ്സിൽ. അത് ഈ ഉമ്മത്തിനൊരു പ്രത്യേക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രത്യേകത ആയിട്ട് കിടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുസിർത്തു ബിർ റുഅബി, ഞങ്ങളെ ശത്രുക്കളെ മനസ്സിൽ ഞങ്ങളെ ಬಗ್ಗೆ ഒരു പേടി അള്ളാഹു താല ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളെ സഹായിച്ചിരാ. ഞങ്ങളെ മുട്ടമേ വേണ്ടിയില്ല, പോകുമ്പോൾ പേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുവാനായിട്ട് എത്ര വട്ടം അബൂജഹൽ പോയാൽ മുട്ട പോകുമ്പോൾ പേടിയാവും. എന്തെല്ലാം ഗിഫ്റ്റ് പിന്നെ ഗിഫ്റ്റ് അങ്ങ് പ്രഖ്യാപിച്ചാറ് നബി തങ്ങളോ എടുക്കുവാനായിട്ട് എന്തോ ആക്കോ സാധിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പോകാവില്ല. അവർക്ക് വലിയൊരു പാറക്കല്ല് ബണ്ടക്കല്ല് പിടിച്ചുകൊണ്ട് പോയാൽ തലക്കിട എന്നിട്ട് ഇന്നാ ജഅൽനാ ഫി അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുക്മഹൂൻ. ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാമിങ്ങ മുഫസ്സിരിങ്ങ ചെണ്ടാറ് കല്ലിങ്ങനെ പിടിച്ചോണ്ട് പോയിട്ടാകുമ്പോൾ ആ കല്ല് അവൻ്റെ കൈക്ക് അത് കുടുങ്ങിയിട്ട് അവൻ്റെ കാലത്തിനോട് ഇങ്ങനെ ആയിപ്പോയി. അവന് പിന്നെ പന്തോകായില്ല. അതേപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മുതുപിടിക്കുവാനായിട്ട് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ച സ്വഹാബി, അയാൾ മുതുപിടിച്ച് പോയപ്പോൾ അയാളെ വണ്ടിയുടെ കാല് പൊയ്യക്ക് താണുപോയ ചരിത്രം പലപ്പോഴും കേട്ടിട്ടിക്കുക. മുട്ട പോകുക സാധ്യമില്ല. മുട്ട പോകുമ്പോഴേ മുസീബത്ത് വന്നെത്തും. അതുപോലെ മൂന്നാമത്തെ ചൊല്ലു വഉഹില്ലത്ലി അൽ ഗനായിമു, ഗനീമത്തുകൾ അല്ലാഹു എന്നൊക്കെ ഹലാലാക്കി തന്ന പൂർവികന്മാരായ നബിമാർ യുദ്ധത്തിന് പോയെങ്കിൽ അവിടെ ശത്രുക്കൾ വിട്ടുപോയ സ്വത്തു അത് ആരും എടുക്കും പോലെ ഇല്ല. അത് രാശിട്ടിട്ട് ആകാശത്തെ ഭാഗത്ത് തീ വന്നിട്ട് കരച്ച് കളഞ്ഞിട്ട് പോകണ്ടോ, അത് സ്വീകരിച്ചതൊരു അടയാളമാണ്. നക്കാനല്ല, നണ്ടിട്ടിക്ക് യുദ്ധം ചെയ്ത ആൾമാർക്കും ഫക്കീറന്മാർക്കും മിസ്കിന്മാർക്കും ഓതിയാക്കി കൊടുക്കുകയുള്ള ഒരു നിയമ അള്ളാഹു സുബ്ഹാനഹു വ തആല നക്ക് തന്നറ. അത് നൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വേറെ നബിമാർക്ക് അതില്ല, ആ ചാൻസ് ഇല്ല. അതേപോലെ വജുഇലത് ലി അൽ അർളു തഹൂറൻ വ മസ്ജിദ,
ഭൂമിയിലെവിടെയും നിസ്കരിക്കുക, ശുദ്ധി നിങ്കയ്ത്ത്. ഭൂമിയിലെവിടെയും തന്നില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തയമം ചെയ്തിട്ട് നിസ്കരിക്കുക. ഭൂമി ഫുള്ള് അള്ളാഹു താല നക്ക് ശുദ്ധിയാക്കടോ വസ്തു ആക്കിയിട്ട് തന്നറ. ഭൂമിയിലെവിടെയും മേലെങ്കിൽ സുജൂദിൻ്റെ ജാഗ ആക്കിയിട്ടും നക്ക് തന്നറ. പൂർവിക നബിമാർ അങ്ങനെയുള്ള പള്ളിയിലെ നിസ്കരിക്കണം. നമുക്ക് അങ്ങനെയല്ല, എവിടെയും ശുദ്ധിയുള്ള ജാഗയിൽ നിസ്കരിക്കുക. അതിൽ ആ ഷർത്ത് പ്രകാരം ഇന്നെങ്കിൽ മെയ്യാവും. അതേപോലെ തന്നില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തേമാക്കിയിട്ട് എന്താക്കുക, നിസ്കരിക്കുക. ഇങ്ങനത്തെ ഒരു അവകാശ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നറ. അതേപോലെ ഊർസിൽതു ഇലാ കാഫത്തിൽ ഖൽഖ്, നന്നിൽ പിന്നെ ഖിയാമത്ത് നാൾ തോലെ പണ്ട് എല്ലാ ആത്മാർക്കും നാനേ റസൂൽ, ഇനി വേറെ റസൂലില്ല, അവസാനത്തെ റസൂലാണ്. നന്നിൽ പിന്നെ പണ്ട് സകല സൃഷ്ടിക്കും നാനേ റസൂൽ. അതൊരു പ്രത്യേകതയായിട്ടിരിക്കും. വഖുതിമ ബി അന്നബിയൂൻ, നണ്ട് കൊണ്ട് റസൂലുള്ള അള്ളാഹു താല നബിമാർ അവസാനിപ്പിച്ച ഇനിയൊരു നബി വരവുമില്ല. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൊണ്ടു. അത് നബി തങ്ങമേ നബി തങ്ങളെ ಬಗ್ಗೆ ചൊല്ലു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി തങ്ങളെ മനസ്സിലാക്കൂ. നബി തങ്ങളെ നാവിലെ നമുക്ക് മനസ്സിലാക്കാം. നബി തങ്ങൾ ആ ബായിൽ വന്ന ആ നല്ല നല്ല പലക്കത്തിൽ നമുക്ക് നബി തങ്ങൾ ആറ് ചെന്നിട്ട് മനസ്സിലാക്കാം. ഇനി അതിരക്കണപ്പുറ ചൊല്ലുകില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ട് നബി തങ്ങളെ മദ്ഹ് ഞങ്ങളെ നാവിൽ ചൊല്ലുകയും നബി തങ്ങളെ മേൽ സ്വലാത്ത് ധാരാളം ചൊല്ലുകയും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട് ഞങ്ങൾ അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.